ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പി. മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ് ഈ മുളപ്പിച്ച പയർ. ഇത് ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടിയിൽ വെളുത്തുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെയല്ല, വെളുത്തുള്ളി വളരെ നല്ലതാണ് ശരീരത്തിന്. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ്. വെളുത്തുള്ളി നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കുക. ചോപ്പ് ചെയ്ത സവാള ഏകദേശം 3/4 കപ്പോളം കാണും. സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. സവാളയുടെ നിറമൊക്കെ വളരെ ലൈറ്റായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കാം. സാധാരണ മുളക് പൊടി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ നല്ല കളറും ഉണ്ടാകും. ഞാൻ 1/2 കപ്പ് ചെറുപയർ ക്ലീൻ ചെയ്ത് കുതിർത്തിയതിന് ശേഷം മുളപ്പിച്ചെടുത്തതാണ് ഇത്. ഇതിലേക്ക് ചേർക്കാം. യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്ക് ചെറുപയർ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ധാരാളമായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചെറുപയർ മുളയ്ക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുകയും വിറ്റമിൻസും മിനറൽസിൻ്റെയും അളവ് ധാരാളമായിട്ട് കൂടുകയും ചെയ്യും. മീഡിയം ഹീറ്റിൽ ഈ പയർ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കൈവെള്ളയിൽ അല്പം വെള്ളം എടുത്തിട്ടൊന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കുക. മുളപ്പിച്ച പയർ സാധാരണ നമ്മൾ പച്ചയ്ക്ക് കഴിക്കാറുള്ളതാണ്. സാലഡിലൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പച്ചയ്ക്കാണ് കഴിക്കുന്നത്. പക്ഷെ ഇതുപോലെ മെഴുക്ക് പുരട്ടി എടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് വേവിച്ച് കളയരുത്. നമുക്കിത് ചോറിൻ്റെ കൂടെ കറിയായിട്ട് കഴിക്കാം. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. പക്ഷേ ഇത് ഒത്തിരി വേവിച്ച് കളയരുത്. കൂടുതൽ വെന്ത് പോയാൽ ഇതിലെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് മുളപ്പിച്ച പയർ നമ്മൾ കറിയാക്കി വെക്കുമ്പോഴേക്കും ഒത്തിരി അങ്ങോട്ട് വേവിച്ച് കളയരുത്. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും. ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഇത് റെഡിയാകും. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മുളപ്പിച്ച പയർ നമ്മൾ കറിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ വെച്ച് അടച്ചു വെച്ചാൽ അത് വീണ്ടും വേവുകയും പിന്നെ അതിലെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. റെഡിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ മുളപ്പിച്ച ചെറുപയറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ചപ്പാത്തിക്കും വളരെ നല്ലതാണ്. പിന്നെ രാവിലെ കഞ്ഞി കഴിക്കുന്നവർക്കാണെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഈ ചെറുപയർ മെഴുക്ക് പുരട്ടി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെറുപയർ മെഴുക്ക് പുരട്ടിയാണ്. നമുക്കിത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. കുറച്ച് സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികളുടെ വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ്. ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലതാണ്. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.